സിമ്പിൾ ആൻഡ് ഹംബിൾ ആക്കുന്ന കാര്യത്തായിരുന്നു വൈകിട്ട് 2 ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു. ഡയറി മിൽക്കിന്റെ തല വേണ്ടപ്പോൾ അതും തീർത്ത് പിന്നെ 2 മാങ്ങയും വെട്ടി കഴിച്ച് ഞാൻ നാട് ചുറ്റാൻ ഇറങ്ങി. ചെറിയ പാത്രത്തിൽ ഇത്തിരി ഫ്രൈഡ് റൈസ് ആദ്യം വാങ്ങി. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു. ആദ്യത്തെ ഫ്രൈഡ് റൈസ് കാലിയാക്കി പിന്നെ പാത്രവും നീട്ടി ഞാൻ കാത്തിരുന്നു. രണ്ടാമത്തെ റെഡിയായപ്പോൾ ആക്രാന്തം മുത്തന്നൻ ചൂടിന്റെ വിലയേറിനെ അത് ഊതി ഊതിയാണ് കഴിച്ചത്. ഇമാതിരി ചൂടിൽ ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കില്ലെങ്കിൽ അത് ഊതി ഊതി കഴിച്ച് ഞാൻ പാത്രം മൊത്തം കഴിച്ചു. ആഴ്ചയിലൊരെണ്ണമായിട്ട് തടഞ്ഞു. കറക്കത്തിനിടയ്ക്ക് കറങ്ങി ചെറിയ കടയിൽ ഇച്ചിരി വിശപ്പിനുള്ള ഇത്തിരി ഭക്ഷണം കഴിക്കാൻ കയറി. എല്ലാം തീരാനായെന്ന് ചേട്ടൻ പറഞ്ഞെങ്കിലും ഞാൻ ഉള്ളതൊക്കെ എടുത്തോന്ന് പറഞ്ഞു. ആഹാ, പിന്നെ വന്നത് ബിരിയാണി, പൊറോട്ട, ചിക്കൻ ഫ്രൈ, മുട്ടക്കറി ഒക്കെ. പൊറോട്ട വേണോ ബിരിയാണി വേണോ ആദ്യം? എനിക്ക് കഴിക്കാൻ സമയമില്ല. ഞാൻ ആദ്യം ബിരിയാണി എടുത്തു. നല്ല മുട്ടയൊക്കെ വെച്ച് സൂപ്പർ ബിരിയാണി തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചു. ചിക്കൻ പീസിന് എന്തോ ഒരു എണ്ണക്കുറവുണ്ട്. ഇത്തിരി വിശപ്പില്ലുള്ളൂ, സാരമില്ലാന്ന് വിചാരിച്ച് ഞാനതങ്ങ് എല്ലാം ക്ഷമിച്ചും പുറത്തും ചിക്കൻ ഇട്ട് ചിക്കൻ ബിരിയാണി പാത്രം ഞാൻ അങ്ങ് കാലിയായി. പിന്നെ അടുത്ത തട്ടിലേക്ക് പൊറോട്ടയുടെ പാത്രം ഫ്രണ്ടിലേക്ക് എടുത്തു. ചിക്കൻ ഫ്രൈ ഒരു മയത്തിൽ 1-2 ആദ്യം എടുത്ത് പിന്നെ ആ പാത്രത്തോടെ അങ്ങ്. പിന്നെ ചുറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നത് മൈൻഡാക്കാണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തീർക്കാൻ തുടങ്ങി. വിശപ്പില്ലാത്തതാണ് ഇതോടെ അങ്ങ് അവസാനിപ്പിക്കാന്ന്. പൊറോട്ടയും തീർത്ത് ചിക്കൻ ഫ്രൈയും തീർത്ത് വെള്ളവും കുടിച്ച് കാലി എന്നേക്കാനും എടുക്കുമ്പോൾ ആ ചേട്ടൻ എനിക്ക് 4-5 പീസ് ചിക്കൻ ഫ്രൈ കൂടെ കൊണ്ടുവന്നു. തന്നതല്ലേ, ആരെയും വിഷമിക്കാണ്ട് ഞാനതങ്ങ് കഴിച്ചു തീർക്കാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ പാത്രങ്ങളെല്ലാം കാലി. പിന്നെ ചില്ലുകൂട്ടിന്ന് എന്നെ നോക്കി ചിരിച്ച കോളേനെ എടുത്ത് അത് പൊട്ടിച്ചിരി തൊണ്ട നനച്ച് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. ഇത്തിരി നേരം ഇരുന്ന ശേഷം ഉപ്പ് വാങ്ങി ഇത്തിരി കഴിച്ചു. പിന്നെ ആദ്യം പാഴ്സൽ മേടിച്ച ഫ്രൈഡ് റൈസ് പാത്രത്തിലിട്ടി അതും കഴിച്ചു. പിന്നെ ഇത്തിരി നേരം അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയും വിശന്നപ്പോൾ ഇത്തിരി മാഗിയും ഇത്തിരി മുട്ട വറുത്തതും കൂടെ ഒരു പ്ലേറ്റിലാക്കി അതും കഴിച്ചു. പിന്നെ ഇത്തിരി ഷേക്കും കുടിച്ച് ഞാൻ അങ്ങ്